Hi, welcome back. It's me from Ritseju. Today I would like to discuss about the most expected questions from income tax law and practice, which is for the 5th semester Bcom degree 2019 syllabus students. നാളെയാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് എക്സാം. നാളെ ഫ്രൈഡേ 2 to 5 ആണ് നിങ്ങൾ എക്സാം ടൈം. അപ്പോൾ കണ്ടിന്യൂസ് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയിരുന്നില്ല അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നാളെ 2 മണിയാകുമ്പോഴത്തേനും ഇത് ഏകദേശം എല്ലാ കുട്ടികളുടെ കയ്യിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് പഠിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് assessment year? AY stands for assessment year, PY stands for previous year. Assessment year and previous year dealing with assessment year section 2 subsection 9 of Income Tax Act 1961. Assessment year is a period of 12 months commencing from 1st April of every year and coming to an end on 31st March of the next year. 1st April തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഇയർ 31st മാർച്ചിന് എൻഡ് ചെയ്യുന്ന ഒരു 12 months പീരീഡാണ് അസസ്മെൻറ്റ് ഇയർ. ആ ഇയറിന് അസസ്മെൻറ്റ് ഇയർ എന്ന് പേര് വരാൻ കാരണം ഇൻ ദാറ്റ് ഇയർ ഡ്യൂറിങ് വിച്ച് അസസ്മെൻറ്റ് ഈസ് ഡൺ ബൈ ദ അസസിംഗ് ഓഫീസർ. ദെൻ പ്രീവിയസ് ഇയർ ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961 according to section 3. Previous year is also a 12 months period commencing from 1st April of every year and coming to an end on 31st March of the next year. But this year is so called previous year because this 12 months period is preceding that of assessment year. Assessment year തൊട്ട് മുമ്പേ ഉള്ള 12 months period ആണ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് ശേഷം സക്സീഡിങ് ആണ് അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് ടാക്സ് കൊടുക്കുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അസസ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ്? അസസ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ total income of an assessee as well as the tax liability upon this total income. ഈ രണ്ട് പ്രോസസ്സിൻ്റെ ഒരു സം ടോട്ടലാണ്. ആദ്യം ഒരു അസസ്സിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വേറെസ് 5 ഹെഡ്സിൽ ഇൻകം നമ്മൾ ആഡ് ചെയ്തതിന് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അക്കോർഡിംഗ് ടു സെക്ഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ മേലെ ഈ പ്രസൻറ്റ് ഇൻകം ടാക്സ് റേറ്റ് സ്ലാബ് പ്രകാരം എത്രയാണോ ടാക്സ് ലയബിലിറ്റി അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ രണ്ട് പ്രോസസ്സിൻ്റെയും ടോട്ടലാണ് എന്തെന്ന് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ടൈപ്സ് പല ടൈപ്പ് അസസ്മെൻ്റ് ഉണ്ട്. സെൽഫ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, എക്സ് പാർട്ടി അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്, പ്രിക്കോഷണറി അസസ്മെൻറ്റ്, പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് പോലെയുള്ള അത് നമുക്ക് നെക്സ്റ്റ് സെമ്മിൽ അസസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് GTI? GTI സ്റ്റാൻഡ്സ് ഫോർ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഇൻകം ഏൺ ബൈ എൻ അസസി ഫ്രം വാരിയസ് 5 heads like income from salary, income from house property, profits and gains from business or profession, capital gain and income from other sources. ഈ 5 headsൽ ഇൻകം ആഡ് ചെയ്തതിനാൽ നമുക്ക് കിട്ടുന്ന ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. The next question, who is an assessee and its types? Who is an assessee means according to Income Tax Act, any person who is liable to pay any sum or any amount or any other sum of money is payable under Income Tax Act. Income Tax Act പ്രകാരം എന്തെങ്കിലും ടാക്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിലവുകളോ കൊടുക്കാൻ ബാധ്യതയുള്ള ആൾക്കാരാണ് അസസി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അസസിൻ്റെ ടൈപ്സ് ഓർഡിനറി അസസി ഉണ്ട്, അതുപോലെ തന്നെ ഡീംഡ് അസസി ഉണ്ട്, അസസി ഇൻ ഡിഫോൾട്ട് ഉണ്ട്, എക്സെട്ര. ഓർഡിനറി അസസി മീൻസ് സാധാരണ ഒരു അസസിയാണ് ഹു ഇസ് ലയബിൾ ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ടു ദി ഗവൺമെൻറ്. ദെൻ ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ ഒരു അസസി സ്വന്തം ഇൻകത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ ഇൻകത്തിനും കൂടി ചില സന്ദർഭങ്ങളിൽ സിറ്റുവേഷനിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആരിൻകത്തിനാണോ ഈ അസസി ടാക്സ് കൊടുക്കുന്നത്, അങ്ങനെ ഒരു അസസി ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നോട്ട് ഓൺലി പേസ് ടാക്സ് ഹിസ് ഓൺ ഇൻകം ബട്ട് ഓൾസോ ദ ഇൻകം ഓഫ് ദ അതർ പേഴ്സൺസ്. അങ്ങനെ അതർ പേഴ്സൺസിന് ഇൻകത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഡീംഡ് അസസി. ദെൻ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ ഡിഫോൾട്ട് വരുത്തിയ ആൾക്കാരാണ് ഡിഫോൾട്ടിങ് അസസി ഓർ അസസി ഇൻ ഡിഫോൾട്ട്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കേസിൽ പിന്നെ എംപ്ലോയറെ ഡ്യൂട്ടിയാണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കുമ്പം TDS പിടിച്ചു നോക്കൽ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇപ്പോൾ ഇഫ് ദ എംപ്ലോയർ ഫെയിൽസ് ടു ഡു TDS then he will become a called assessee in default. Then next, what is tax holiday? Tax holiday എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ടൈം പീരീഡ് ആണ്. അപ്പോൾ ആ ടൈം പീരീഡിൽ എന്തില്ല,
ടാക്സ് ഇല്ല. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? നോട്ട് ടു എൻകറേജ് പ്രൊഡക്ഷൻ ഓഫ് സെർട്ടൺ ഗുഡ്സ്. അപ്പോൾ ചില ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്യും. ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ആ ഗുഡ്സിനെ കൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതിൻ്റെ മേലെ ടൈം പീരീഡിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ഇറ്റ് ഇസ് എ ടൈം പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഗവൺമെൻറ് ഈസ് നോട്ട് ഇമ്പോസിങ് ടാക്സ് in order to encourage the production of certain items. Then tax holiday. Then what are the exempted income from Income Tax Act? According to section 2, there are some of incomes which are totally exempt from tax. List out any 10 items. First one agricultural income, 10 subsection. According to section 10 പ്രകാരമാണ് ഈ എക്സംപ്റ്റഡ് ഇൻകം. 10 subsection 1 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അതുപോലെ തന്നെ റെസിപ്റ്റ് ബൈ എ മെമ്പർ ഫ്രം HUF ഉണ്ട് 10 subsection 2. അതുപോലെ തന്നെ ഷെയർ ഓഫ് എ പാർട്ട്ണർ ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം സെക്ഷൻ 10(2)A ഉണ്ട്. അതുപോലെ ഷെയർ ഓഫ് എൻ HUF ഫ്രം എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ സാലറി ഓഫ് ഡിപ്ലോമാറ്റിക് പേഴ്സൺസ് ഉണ്ട്, സാലറി ഓഫ് ഫോറിൻ എംപ്ലോയീസ് ഉണ്ട്, സാലറി ഓഫ് ഷിപ്പ് ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ട്രെയിനീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ ഇൻകം ഓഫ് എ ഫോറിൻ കമ്പനി ഉണ്ട്. അതുപോലെ തന്നെ അലവൻസസ് ഓർ പെർക്വിസിറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അതുപോലെ തന്നെ ഇൻകം ഓഫ് എ കൺസൾട്ടൻറ്റ്, ഇൻകം ഓഫ് എൻ എംപ്ലോയി ഓഫ് എ കൺസൾട്ടൻറ്റ്, ഇൻകം ഓഫ് എനി മെമ്പർ ഓഫ് എ ഫാമിലി. ഇങ്ങനെയുള്ള സെർട്ടൺ ഐറ്റംസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അത് ഏകദേശം ഒരു 10 ഐറ്റംസെങ്കിലും നിങ്ങൾ പഠിച്ചു നോക്കാം. ഇതിൻ്റെയൊക്കെ ആൻസർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരെ പോയിട്ട് അവിടെ ഇൻകം ടാക്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും റിഡ്സെജുൻ്റെ. അത് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് അതിൽ നിന്നൊക്കെ കിട്ടും. കൂടാതെ അതിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. The next question വന്നിട്ടുള്ളത് how to determine the residential status of an individual. very important question ആണ്. ഇത് തിയറി പോയിന്റ് ഓഫ് വ്യൂയിലും അതേപോലെ തന്നെ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂയിലും യൂണിവേഴ്സിറ്റി എക്സാമിന് 100% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ തീരുമാനിക്കുന്നത് ബേസിക് കണ്ടീഷൻ ആൻഡ് അഡീഷണൽ കണ്ടീഷനിലൂടെയാണ്. ബേസിക് കണ്ടീഷൻ ഡീൽ ചെയ്യുന്ന സെക്ഷൻ 6 ആണ്. അപ്പോൾ എന്താണ് ബേസിക് കണ്ടീഷൻ? അത് 2 ഉണ്ട്. അതിൽ ഒന്നാമത്തത് SSC in India during the previous year for a period of 182 days or more during the previous year. അതായത് SSC ഇന്ത്യയിൽ മിനിമം ആ ഒരു പ്രീവിയസ് ഇയറിൽ 182 days എങ്കിലും വേണം, ഓർ അതിൽ കൂടുതലാവാം. Then രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ, the SSC is in India during the previous year for a period of 60 days or more and has been in India for a period of 365 days or more during 4 years preceding the previous year. അതായത് നമ്മൾ ഏത് പ്രീവിയസ് ഇയർ ആണോ എടുത്തത് ആ കൺസേൺ പ്രീവിയസ് ഇയറിൽ ആ SSC മിനിമം 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഏത് പ്രീവിയസ് ഇയർ ആണോ എടുത്തത് അതിന് തൊട്ടു മുമ്പുള്ള 4 പ്രീവിയസ് ഇയറിൽ മിനിമം 365 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. ഇതാണ് 2 ബേസിക് കണ്ടീഷൻ. ദെൻ അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് അത് an SSC has been resident in India in at least 2 out of 10 years preceding the previous year. നമ്മൾ ഏത് പ്രീവിയസ് ഇയർ ആണോ എടുത്തത് അതിൻ്റെ തൊട്ട് മുമ്പേയുള്ള 10 പ്രീവിയസ് ഇയറിൽ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടാകണം. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് the SSC has been in India for a period of 730 days or more during 7 years preceding the previous year. നമ്മൾ ഏത് പ്രീവിയസ് ഇയർ ആണോ എടുത്തത് അതിൻ്റെ തൊട്ട് മുമ്പേയുള്ള 7 വർഷക്കാലത്തിൽ മിനിമം ആ SSC 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ബേസിക് കണ്ടീഷൻ 2 അഡീഷണൽ കണ്ടീഷൻ 2 പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു SSC റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവുക? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 തരം ഉണ്ട്. ഒന്ന് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ്. അപ്പോൾ എപ്പോഴാണ് ഇയാൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവുക? ആൻഡ് SSC സാറ്റിസ്ഫൈങ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ he will be called as resident and ordinary resident. Then എപ്പോഴാണ് ഒരു SSC resident but not ordinary resident ആകുന്നത്? An SSC satisfying any one of the basic condition but not satisfying both additional condition. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ she or he will be called as a resident but not ordinary resident. പിന്നെ എപ്പോഴാണ് ഒരു SSC നോൺ റെസിഡൻ്റ് ആവുക? An SSC satisfying none of the basic condition. 2 ബേസിക് കണ്ടീഷൻ
കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തായി മാറും? നോൺ റെസിഡൻ്റായി മാറും. ഇങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് അലവൻസസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ് ആണ്. അപ്പോൾ എന്താണ് അലവൻസസ് എന്ന് പറഞ്ഞാൽ? അലവൻസസ് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ എമൗണ്ട് അല്ല, ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് സാലറിക്ക് കൂടാതെ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് അലവൻസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള അലവൻസസ് എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അലവൻസസ് മെയിനായിട്ട് 3 തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഫുള്ളി ടാക്സബിൾ അലവൻസ്, രണ്ടാമത്തെ പാർട്ട്ലി ടാക്സബിൾ അലവൻസ്, മൂന്നാമത്തത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഒന്ന് ഡിയർനെസ് അലവൻസ്, ഇൻറ്റേർണൽ റിലീഫ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, പ്രോജക്റ്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ് പോലെയുള്ളത് ഫുള്ളി ടാക്സബിളും. ദെൻ അതുപോലെ തന്നെ പാർട്ട്ലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് എന്ന് പറയുന്നത് ഹൗസ് റെൻ്റ് അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അതുപോലെ തന്നെ ഹെൽപ്പർ അലവൻസസ്, ഹിൽ അലവൻസസ്, യൂണിഫോം അലവൻസസ്, ഡെയിലി അലവൻസസ്, ട്രാവലിംഗ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ഇതെല്ലാം പാർട്ട്ലി ടാക്സബിളും. ദെൻ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള തീരെ നമ്മൾ ടാക്സ് കൊടുക്കാത്ത അലവൻസ് എന്ന് പറയുന്നത് ഒന്ന് അലവൻസസ് ടു ദ എംപ്ലോയീസ് ഓഫ് യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ്. അതുപോലെ പെർ ഡീം അലവൻസ്. പെർ ഡീം അലവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഓർഗനൈസേഷൻ അലൗസ് ടു ആൻ എംപ്ലോയി ടു സ്പെൻഡ് പെർ ഡേ. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു എംപ്ലോയിക്ക് ഒരു ദിവസം ചിലവാക്കാനുള്ള, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് കൊടുക്കും. അതിനാണ് പെർ ഡീം അലവൻസ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു കവർ ലിവിങ് ആൻഡ് ട്രാവലിംഗ് എക്സ്പെൻസസ്, ലിവിങ്ങും ട്രാവലിംഗ് എക്സ്പെൻസും കവർ ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പെർ ഡീം അലവൻസസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ ദീസ് ആർ ദ അലവൻസസ് ഓഫ് വേരിയസ് ടൈപ്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പെർക്വിസിറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ് ആണ്. അപ്പോൾ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബെനിഫിറ്റ് ഇൻ കൈൻഡ് ആണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനി കാഷ്വൽ ഇമോളിമെൻറ്റ്, ഫീ ഓർ പ്രോഫിറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ് എന്നുള്ളതാണ് പെർക്വിസിറ്റ്സിൻ്റെ ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അതായത് ബെനിഫിറ്റ്സ് ഇൻ കൈൻഡ് ആണ് ശരിക്കും പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. പെർക്വിസിറ്റ്സും ഇതുപോലെ തന്നെ 3 ടൈപ്പ്. ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്, തീരെ ടാക്സ് കൊടുക്കേണ്ട. ദെൻ പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. ദെൻ മൂന്നാമത്തത് പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. അപ്പോൾ ടാക്സ് ഫ്രീ പെർക്വിസിൽ വരുന്നതാണ് മെഡിക്കൽ ബെനിഫിറ്റ്. ഇപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എംപ്ലോയർ ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നത് ഫുള്ളി ടാക്സ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലും ഫുള്ളി ടാക്സ് ഫ്രീ ആണ്. പിന്നെ ടീ ഓർ സ്നാക്സ് ഓർ ഫ്രീ ഫുഡ് ഫുഡ് ഓഫ് നോൺ ആൽക്കഹോളിക് ടൈപ്പിലുള്ള ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ. ദെൻ സ്കോളർഷിപ്പ് ടു ആൻ എംപ്ലോയി ഓർ ദെൻ ചിൽഡ്രൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ. അതുപോലെ കൺവെയൻസ് ഫെസിലിറ്റി ഫ്രം എ പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടു ദ റെസിഡൻറ്റ്. അതുപോലെ ലാപ്ടോപ്പ് ഓർ അതർ കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡഡ് ഈവൻ ഫോർ ദ പേഴ്സണൽ യൂസ് ഓഫ് ദ എംപ്ലോയി. ഇതൊക്കെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിൽ വരും. പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ് ഒന്ന് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു ആൻ എംപ്ലോയി അറ്റ് എ കൺസെഷണൽ റേറ്റ്. ദെൻ എനി ഒബ്ലിഗേഷൻ ഓഫ് ദ എംപ്ലോയി പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഏതെങ്കിലും ഒബ്ലിഗേഷൻ എംപ്ലോയിൻ്റെ എന്തെങ്കിലും ഒബ്ലിഗേഷൻ എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ വാട്ടർ ബില്ലോ ഹോട്ടൽ ബില്ലോ അങ്ങനെയുള്ള ബില്ലൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എനി സം പേ ടു ഇഫക്റ്റ് ദ ഇൻഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയിൻ്റെ ലൈഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സം അടച്ചിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ് ആണ്. ദെൻ നെക്സ്റ്റ് പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് മാത്രം. അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ പിന്നെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാവാം, അല്ലെങ്കിൽ വോട്ടിംഗ് പവർ പിന്നെ കൂടുതലുള്ള ആൾക്കാരാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളെ കേസിൽ ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഒന്ന് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, എനർജി, വാട്ടർ, അതുപോലെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ടു ദ ഫാമിലി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ എംപ്ലോയി, അതുപോലെ സാലറി ഓഫ് ദ സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ, അതുപോലെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ എംപ്ലോയി, സാലറി, മെഡിക്കൽ ഫെസിലിറ്റി. ഇതൊക്കെ എന്താണ് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി കൂടാതെ തന്നെ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി കൂടാണ്ട് തന്നെ എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ടാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അകത്ത് പെടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്.
അപ്പോൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഈ കീമാൻ ഇൻഷുറൻസ് പോളിസി പ്രകാരമുള്ള എമൗണ്ട് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരും. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന കോമ്പൻസേഷൻ. അതുപോലെ പേയ്മെൻറ്റ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ടു ദ സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അതുപോലെ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി. അതുപോലെ പേയ്മെൻറ്റ് ഇൻ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ വരാം. ദെൻ റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ വരാം. ദെൻ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെൻറ്റിൽ വരാം. അതുപോലെ പേയ്മെൻറ്റ് മെയ്ഡ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇതൊക്കെയാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എനി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ദ എംപ്ലോയി ഇൻസ്റ്റെഡ് ഓഫ് സാലറി ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് question number 12. What are the exempted income under the head income from house property? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ഹെഡിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അണ്ടറിൽ എക്സംപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ളത് നമ്മൾ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ, അതായത് ഇൻകം ഫ്രം എ ഹൗസ് പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു എ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന്. അതുപോലെ തന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന ഇൻകം അത് നമ്മൾക്ക് എന്താണ് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ക്ലബിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ ക്ലബ്ബ്, അതുപോലെ ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്, ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി, അതുപോലെ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ, അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബൈ എ ട്രസ്റ്റ് ഓർ അതർ റിലീജിയസ് പർപ്പസ്. ദെൻ അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എനി യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ, ദെൻ ലോക്കൽ അതോറിറ്റീൻ്റെ അണ്ടറിലുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ബിൽഡിങ്. ഇതൊക്കെ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഇസ് ട്രാൻസ്ഫേർഡ് ബാലൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് നമ്മൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് വെൻ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ദ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ടു ദ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ആ സമയത്ത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലെ എല്ലാ ബാലൻസും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഹൗ ടു കാൽക്കുലേറ്റ് ദ GAV ഓഫ് HP. GAV മീൻസ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി തീരുമാനിക്കുക? ഇത് 2-3 എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ വാല്യൂ അതുപോലെ ഫെയർ റെൻ്റൽ വാല്യൂയും തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ടിലും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് പുറത്തേക്ക് എടുക്കാൻ, എന്നിട്ട് ഈ ബിഗ്ഗസ്റ്റ് എമൗണ്ട് സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യാൻ, ദെൻ അതിൽ ലോവസ്റ്റ് എമൗണ്ട് പുറത്തെടുക്കാൻ, ദെൻ ഈ ലോവസ്റ്റ് എമൗണ്ട് ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യാൻ, ലാസ്റ്റ് ആക്ച്വൽ റെൻ്റായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഹയസ്റ്റ് എമൗണ്ട് പുറത്തെടുക്കാൻ, അതാണ് ശരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. വൺസ് അഗെയിൻ മുനിസിപ്പൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂ കമ്പയർ ചെയ്യുക, അതിൽ ബിഗ്ഗസ്റ്റ് എടുക്കുക, ദെൻ ദാറ്റ് ബിഗ്ഗസ്റ്റ് ഈസ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റെൻറ്റ്, ദെൻ അതിൽ നിന്ന് ലോവസ്റ്റ് എടുക്കുക, ദെൻ ദാറ്റ് ലോവസ്റ്റ് ഈസ് കമ്പയർഡ് വിത്ത് ആക്ച്വൽ റെൻറ്റ്, ദെൻ അതിൽ നിന്ന് ഹയസ്റ്റ് എടുക്കുക, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ദെൻ ഈ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദ ഓണർ ഡിഡക്റ്റ് ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നെറ്റ് ആനുവൽ വാല്യൂയും ഗ്രോസ് ആനുവൽ വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് പ്രോബ്ലം ആയാലും തിയറി ആയാലും ചോദിക്കും. നെക്സ്റ്റ് 15ാമത്തെ വാട്ട് ഇസ് ബ്ലോക്ക് ഓഫ് അസെറ്റ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ബ്ലോക്ക് ഓഫ് അസെറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് അസെറ്റ് ആണ് ഫോളോയിങ് വിത്തിൻ എ സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് സെയിം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസെറ്റിനെയാണ് ബ്ലോക്ക് ഓഫ് അസെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില ഇയറിൽ നമ്മളെ പ്രോഫിറ്റ് മതിയായി വരില്ല, പ്രോഫിറ്റ് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻസഫിഷ്യൻ്റ് ആകുന്ന കേസിൽ നമുക്ക് ഫുൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇയറിൽ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും, മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷൻ, കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് മതിയാത്തത് കൊണ്ട് ഡിപ്രീസിയേഷൻ ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കമ്മിങ് ഇയറിലേക്ക് അത് മാറ്റി വെക്കും, കമ്മിങ് ഇയറിലെ പ്രോഫിറ്റ് നിന്ന് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്നതിനെയാണ് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷനെയാണ്. അപ്പോൾ പ്രോഫിറ്റ് കുറവും ഡിപ്രീസിയേഷനും കൂടുതലാകുന്ന സമയത്ത് എത്രത്തോളമാണോ പ്രോഫിറ്റ് അത്ര മാത്രമേ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിൻ്റെ സമയത്ത്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്തായിരുന്നു, വാട്ട് ഇസ് LTCG ആൻഡ് STCG. LTCG മീൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിൻ ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ബിലോ 12 months ഉള്ളത്, അല്ല ബിലോ 1 yearലുള്ള അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഷെയറിൻ്റെ കേസിലാണെങ്കിൽ അത് 1 year അല്ല വരുന്നത്. അപ്പോൾ അതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകമാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ദെൻ ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഇതിൻ്റെ ടാക്സ് റേറ്റും ഡിഫറെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, ഹൗ ടു ഡിറ്റർമിൻ ദ പെർക്വിസിറ്റ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അത് നമ്മൾ പെർക്വിസിറ്റിൻ്റെ ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ പെർക്വിസിറ്റ് വാല്യൂ നോക്കുന്നത് എംപ്ലോയീസിൻ്റെ ഇതിൻ്റെ അനുസരിച്ച്. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ലൈസൻസ് ഫീ ഡിറ്റർമിൻ ബൈ ദ ഗവൺമെൻറ് ആയിരിക്കും. കൂടാണ്ട് ആ ഹൗസ് ഫേർണിഷ്ഡ് ആണെങ്കിൽ ആ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ ഫേർണിച്ചറിൻ്റെ 10% കൂടെ ആഡ് ചെയ്യും. ഇനി അതല്ല അതർ എംപ്ലോയി ആണെങ്കിൽ അതർ എംപ്ലോയിനെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ബൈ ദ എംപ്ലോയറും അതുപോലെ തന്നെ ഹൗസ് ഈസ് ടേക്കൺ ആസ് എ ലീസ് ഓർ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിലും. അപ്പോൾ ഓൺ ബൈ അതർ എംപ്ലോയീസിൻ്റെ കേസിൽ ഓൺ ബൈ ദ എംപ്ലോയി ആണെങ്കിൽ 15% ഓഫ് ദ സാലറി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്, പോപ്പുലേഷൻ്റെ സൈസ് അനുസരിച്ചിട്ട്. അപ്പോൾ 25 lakhs മുകളിലുള്ള പോപ്പുലേഷനുള്ള സിറ്റി ആണെങ്കിൽ അതിൻ്റെ 15% ഓഫ് സാലറിയാണ്. ഇനി അതല്ല പോപ്പുലേഷൻ ഈ പറയുന്ന 25 lakhs താഴെയും 10 lakh മുകളിലും ആണെങ്കിൽ അവിടെ പിന്നെ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10% ആണ്. ദെൻ അതുപോലെ തന്നെ അതർ പ്ലേസസ് ആണെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടാത്ത പ്ലേസസ് ആണെങ്കിൽ 7.5% ഓഫ് സാലറിയാണ് പിന്നെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ. ഇനി അതല്ല ടേക്കൺ ആസ് എ ലീസ്, ഈ പ്രോപ്പർട്ടി ലീസായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയർ, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീൻ്റെ റെൻറ്റ് എംപ്ലോയറാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ നോക്കുന്നത് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓർ പിന്നെ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ അല്ലെങ്കിൽ 15% ഓഫ് ദ സാലറി വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എടുക്കുക. ഏതിൻ്റെ കേസിൽ, ഇഫ് ദ അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ. ഇങ്ങനെയാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്, വാട്ട് ആർ ദ ഇൻകം കമ്മിങ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഇൻകം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ലോട്ടറി ഗെയിന്, ക്രോസ് വേർഡ് പസിൽസ്, അതുപോലെ ഇൻകം ഫ്രം ഹോഴ്സ് റൈസസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അവരിക്കെല്ലാം പേപ്പർ റെമ്യൂണറേഷൻ വാല്യൂ കിട്ടുന്നത്, പിന്നെ MP MLൻ്റെ സാലറി, പിന്നെ അതുപോലെ തന്നെ ഹോഴ്സ് റേസ്, അങ്ങനെയുള്ള ലോട്ടറി ഇൻകം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻകം ഫ്രം സാലറീൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ചോദിക്കാനുണ്ട്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, കാർ പെർക്വിസിറ്റ്സ് ഇത് ചോദിക്കാനുണ്ട്, പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിലെ പ്രോബ്ലം ചോദിക്കും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് ഓർ അസസ്മെൻറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്, വാട്ട് ആർ ദ എക്സംഷൻ ടു ദ ജനറൽ. നമ്മൾ ടാക്സിലൊരു ജനറൽ റൂൾ ഉണ്ട്. എന്താണ്, നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളൊരു ജനറൽ റൂൾ ഉണ്ട്. പക്ഷെ ചില കേസിൽ ഈ ജനറൽ റൂൾ നമ്മൾ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എക്സംഷൻ ടു ദ ജനറൽ റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതാണ് എക്സംഷൻ ടു ദ ജനറൽ ലോ അല്ലെങ്കിൽ ജനറൽ റൂൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പിന്നെ ഫോൾഡറിൽ, അതായത് പ്ലേലിസ്റ്റാണ്. അത് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പിന്നെ പ്ലേ ചെയ്തതിനാൽ കുറേ ആൻസേഴ്സ് അതിനകത്ത് കിട്ടും. അപ്പോൾ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് ആണ്. അപ്പോൾ ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് ഇസ് ടാക്സബിൾ ഡ്യൂറിങ് ദ സെയിം ഇയർ. ഏത് ഇയറിലാണോ അവർ ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയർ തന്നെ ടാക്സ് കൊടുക്കണം, അല്ലാണ്ട് അസസ്മെൻറ്റ് ഇയറിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
The next, income of person leaving India. അതായത് if the assessing officer has a sufficient reason to believe that the assessee may leave India and there is no possibility of returning to India. ചില പ്രത്യേക സന്ദർഭങ്ങൾ അസസിങ് ഓഫീസർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ വ്യക്തി ഇന്ത്യ വിട്ട് പോകുന്നുണ്ട്, ഇനിയിപ്പോഴേ ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളൊരു പോസിബിലിറ്റി അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുടെ ഇൻകം അതേ പ്രീവിയസ് ഇയറിൽ തന്നെ ചാർജ് ചെയ്യുന്നതാണ്. ദെൻ ഇൻകം ഓഫ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ എൻ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. അതായത് AOPൻ്റെയോ BOൻ്റെയോ ആർട്ടിഫിഷ്യൽ പേഴ്സൻ്റെയോ ഇൻകം ആ കൺസേൺ പ്രീവിയസ് ഇയറിൽ തന്നെ അസസ് ചെയ്യും. എപ്പോൾ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ് തന്നെ അസസ് ചെയ്യും. ദെൻ ഇൻകം ഓഫ് എ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. അതായത് ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി ടു അവോയ്ഡ്. ചില ആൾക്കാർ ടാക്സിന് രക്ഷപ്പെടാൻ വേണ്ടി ആ ടാക്സ് കൊടുക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഇൻകം, അസസിങ് ഓഫീസർ ഹാസ് എ സഫിഷ്യൻറ്റ് റീസൺ ടു ബിലീവ് ദാറ്റ് the assessee is likely to transfer his property to avoid tax. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ the assessing officer shall charge income tax on the assessee during the previous year itself, not in the assessment year. ദെൻ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഏത് ഇയറിലാണോ അവർ ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയർ തന്നെ ടാക്സ് കൊടുക്കണം. ഇതാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ചെറിയ രീതിയിലുള്ളൊരു വിശകലനമാണ്. പ്രോബ്ലം ഞാനിവിടെ ഡീൽ ചെയ്തിട്ടില്ല. അപ്പോൾ കൈൻഡ്ലി നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ കേട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നാളെ 2 മണിയാകുന്നതിന് മുമ്പിലെ തന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ കുട്ടികളും പാസ്സാവട്ടെ. ഇറ്റ്സ് മീ തൻസീറ സൈനിങ് ഓഫ്. താങ്ക് യു.